അതുകൊണ്ട് ഇന്ന് ഔലിയാക്കന്മാർ നമുക്ക് കൂടുതൽ ലഭിക്കുക അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും നമുക്ക് സൂഫിയാക്കളെയും ഔലിയാക്കന്മാരെയും ലഭിക്കും. ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അതിൻ്റെ കുറഞ്ഞു പോയി. കാരണം അതെല്ലാം മറ്റൊരു രൂപത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഈ വിജ്ഞാനം വിട്ട് ഭൗതിക ജീവിതത്തിൻ്റെ താല്പര്യത്തിൽ ആയി മാറിക്കഴിഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പൊ ഇവൻ പറഞ്ഞതാണ്, ഇപ്പൊ ഔലിയാക്കളൊക്കെ കൂടുതലും ഉള്ളത് അമേരിക്കയിലും ലണ്ടനിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ്. ഇവിടെ ഔലിയാക്കൾ കുറവാണ്. എടാ ചങ്ങായി, എന്നോടൊന്ന് ചോദിക്കട്ടെ, ഇജ് പറയണത് മുണുങ്ങാൻ വേണ്ടി ചോദിക്കല്ല, ഒരു കൗതുകത്തിനും വേണ്ടി രസത്തിനും വേണ്ടി ചോദിക്കണമെന്ന് നോട്ടിക്കോ. എങ്ങനെയാണ് നിങ്ങൾ ഈ സെൻസസ് എടുക്കുന്ന ഔലിയാക്കൾ? യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്ര ആൾക്കാർ ഔലിയാക്കൾ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇത്ര ആൾക്കാർ ഔലിയാക്കൾ, ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്ര ആളുകൾ ഔലിയാക്കൾ, ഇവിടെ ഇന്ത്യയിലെ ഇന്ന സംസ്ഥാനങ്ങളിൽ ഇത്ര ശതമാനം ഔലിയാക്കൾ, ഇന്ന പഞ്ചായത്തിൽ ഇത്ര ഔലിയാക്കൾ. നിങ്ങളത് കണക്കെടുക്കാൻ ആരോടെ ഏൽപ്പിച്ചത്? നിങ്ങളേക്ക് ഇതിന്റെ അളക്കാനുള്ള അളവുകോൽ ഏതാ? അതൊന്ന് പറഞ്ഞേരി. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത് യൂറോപ്പിൽ ഇത്ര ഔലിയാക്കളുണ്ട്, ആഫ്രിക്കയിൽ ഇത്ര ഔലിയാക്കളുണ്ട്, ഏഷ്യയിൽ ഇത്ര ഔലിയാക്കളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയോടൊന്ന് മനസ്സിലായത്? നിങ്ങൾ അവിടെ ഔലിയാക്കളെ തീരുമാനിക്കല് തന്നെ? അതോ നിങ്ങൾ ഈ വാണിയംകുളത്തുനിന്നും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുന്ന പോത്തുകളുണ്ടല്ലോ, കന്നുകള്, അവറ്റകളെ തിരിച്ചറിയാൻ വേണ്ടി ചന്തിമ സീരുത്തുവല്ലോ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞിടന്നിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ വരിവരിയായി നിർത്തിയിട്ട് ഔലിയാക്കളാന്ന് ഉറപ്പുള്ള ആൾക്കാരെ ചന്തിമ ഓരോ സീൽ ഇങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുന്നുണ്ട് നിങ്ങൾ തന്നെ? എന്ത് ഹമാക്കത്തുകളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?